ഹലോ നമസ്കാരം. ഇത് കണ്ടോ വാഫിൾസ്. ഇന്ന് വാഫിൾസിന്റെ റെസിപ്പി അല്ല കേട്ടോ, പക്ഷെ ഞാൻ കുറെ കാലമായി ഒരു വാഫിൾ മേക്കർ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഇത് ലുലുന്നാണ് കേട്ടോ വാങ്ങിയത്. 99 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓഫറിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ 3-in-1 സ്നാക്ക് മേക്കർ ആയിരുന്നു. ഞാൻ കുറെ കാലമായി ഒരു വാഫിൾ മേക്കർ നോക്കി നടക്കുന്നു. പക്ഷെ ഇതൊരു വാഫിൾ മേക്കറിന്റെ കൂടെ ഒരു സാൻഡ്വിച്ചും വാഫിളും പിന്നെ അത് കൂടാതെ ഒരു ഗ്രില്ലിംഗ് പാനും കൂടി ഉള്ളതായിരുന്നു. അപ്പോൾ നല്ലൊരു ഓഫർ കണ്ടപ്പോൾ അത് വാങ്ങി നോക്കി. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണിത്. ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന്. റസൽ ഹോബ്സിന്റെ ആണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കാണുന്നത് മാനുവലാണ്. മാനുവൽ ഇംഗ്ലീഷിലും വേറെ 2 ലാംഗ്വേജസിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ആദ്യം നമുക്ക് മാനുവൽ അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് 2 പ്ലേറ്റ് സാൻഡ്വിച്ചിന്റെ പ്ലേറ്റ്സ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ടോപ്പും ബോട്ടമുള്ള 2 പ്ലേറ്റ്സ് ഉണ്ട് സാൻഡ്വിച്ചിന് ഉണ്ടാക്കാനായിട്ട്. 2 വാഫിളിന്റെ പ്ലേറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം. ഇതാ നമ്മുടെ 3-in-1 സ്നാക്ക് മേക്കർ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ. ഒരു കുഞ്ഞു ഫാമിലിക്ക് നമുക്ക് പാകമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. അങ്ങനെയൊക്കെ കണ്ടു വാങ്ങിയതാ. കുറച്ചു കാലമായി വാഫിൾസ് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇരിക്കുന്നു. ഇപ്പൊ വാഫിൾ മേക്കർ മാത്രമായി കിട്ടിയില്ല. അപ്പൊ ഇതൊന്നിച്ചുള്ള ഓഫർ. ഇതാ കുഞ്ഞൊരു ഗ്രിൽ പ്ലേറ്റ് ഉണ്ട് 2 സൈഡിലും. ഇത് പെട്ടെന്ന് തന്നെ ഊരിയെടുത്ത് നമുക്ക് ആ വേറെ പ്ലേറ്റ്സ് അതിൽ കറക്റ്റായി വെക്കാൻ പറ്റും. അപ്പൊ ഇതാണ് വാഫിളിന്റെ പ്ലേറ്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ആ വാഫിളിന്റെ ഒരു ലുക്കൊക്കെ ഓർമ്മ വരും വേഫിൾസിന്റെ. ഇതൊന്ന് നമുക്ക് ആ ഗ്രിൽ പാൻ മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. മുകളിലുള്ള ജസ്റ്റ് ഇതൊന്ന് ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഊരാനും വെക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഞാൻ ഇതില് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിശദമായ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പൊ വാഫിൾ മേക്കർ റെഡി. ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ബാറ്റർ ഒന്നും പുറത്തു പോവില്ല. കറക്റ്റ് ആയിട്ട് കുക്കാവുന്ന തോന്നുന്നു. സാൻഡ്വിച്ചിന്റെ പ്ലേറ്റും കൂടി ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇതെല്ലാം റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാലേ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയുള്ളൂ. ഓയിൽ കുറഞ്ഞുകൊണ്ട് കുറച്ച് റെസിപ്പീസ് ഉണ്ടാക്കാമല്ലോ എന്നും കൂടി വിചാരിച്ചു കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പൊ ഇതാ 2 പ്ലേറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം. രണ്ടും സെയിം ആണ് കേട്ടോ. ടോപ്പിനും ബോട്ടത്തിനും യാതൊരു ചേഞ്ചും ഇല്ല. എല്ലാ പ്ലേറ്റ്സും ഒരേമാതിരി തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറിപ്പോയി എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാ ഇങ്ങനെ നമ്മൾ മാറ്റുക. ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ക്ലിപ്പിനെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആക്കിയാൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് ആ ക്ലിപ്പിനെ ജസ്റ്റ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിൽ വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഇതിലൊരു ചെറിയൊരു വാഫിളിന്റെ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ട്. ഫുൾ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. ഞാൻ ഇതിൽ ഓൾറെഡി ബാറ്റർ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ദോശമാവിന്റെ ഒരു വാഫിളാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഈവനിങ് സ്നാക്ക് ടൈം ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒട്ടും ഓയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. ഞാൻ ഒട്ടും തന്നെ ബട്ടർ ഓയിലൊന്നും തന്നെ ഇതിൽ പുരട്ടി കൊടുത്തിട്ടില്ല. ഇനി ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തു. പെർഫെക്റ്റ് ആയിട്ട് ആ ക്ലിപ്പ് ഇടാൻ പറ്റും. ഇപ്പൊ കണ്ടോ അതിൽ ലൈറ്റ് കത്തുണ്ട് ഓറഞ്ച്. അത് ഗ്രീൻ ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സൈഡിലൂടെയൊക്കെ ആവിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഇത് എന്താണെന്ന് വിചാരിച്ചു. പക്ഷെ കുക്ക് ആവുന്നതിനുള്ളതായിരിക്കാം എന്നാണ് വെയിറ്റ് ചെയ്തു. ഇപ്പൊ അതൊന്ന് ആയിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം ആയ പോലെ ഉണ്ട്. ഇപ്പൊ ഇതിന് ക്രിസ്പിനെസ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നി കുറച്ച് സമയം കൂടി വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇത് കണ്ടോ അടിഭാഗം പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രിസ്പി ഔട്ട്സൈഡ്, ഉള്ളിൽ നിന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. ഒട്ടും ഓയിലില്ല. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.